ഇന്ന് സല്യൂട്ട് മീഡിയ എത്തിയിരിക്കുന്നത് കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ കരിവെള്ളൂർ പേരളം പഞ്ചായത്തിൽ കുനിയൻ എന്ന സ്ഥലത്ത് നായക് ശ്രീജിത്ത് എന്ന ധീരജവാനുമായിട്ട് സംസാരിക്കാനും അദ്ദേഹത്തിൻ്റെ സൈനിക സേവനത്തിനിടെ ഉണ്ടായ ആ ദുരന്ത കഥകൾ നേരിട്ട് ചോദിച്ചറിഞ്ഞ് പ്രേക്ഷകരിൽ എത്തിക്കാനുമാണ്. നമ്മൾക്ക് അദ്ദേഹത്തിനോട് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. സാർ മുഴുവൻ പേരും ശ്രീജിത്ത് നായക് റാങ്കിൽ വന്നു അല്ലേ? സാറിൻ്റെ വിദ്യാഭ്യാസം എവിടെയായിരുന്നു? നമ്മളുടെ ഇതേ പഞ്ചായത്തിൽ തന്നെ ആയിരുന്നോ? ITI ഞാൻ കണ്ണൂർ ITIയിൽ കംപ്ലീറ്റ് ചെയ്തില്ല. പട്ടാളത്ത് കയറിയത് ITIയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ട്രെയിനിൽ ആൾക്കാർ പറയുന്നുണ്ട് ഇതുണ്ട് റിക്രൂട്ട്മെന്റ്. അങ്ങനെ പോയി ഞാൻ സെലക്ഷനായി. 10ാം ക്ലാസ്സിലായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ ITIയിലേട്ടാണ് പോയതല്ലേ? എവിടെയാണ് ITIയിൽ ജോയിൻ ചെയ്ത്? കണ്ണൂർ തോട്ടട. കണ്ണൂർ ഏത് ട്രേഡിന്? FHT ഫോർജർ ആൻഡ് ഹീറ്റ് ട്രീറ്റ്മെന്റ്. ഓ, അതിനാണ് ജോയിൻ ചെയ്തത്. ഏത് വർഷമാണെന്ന് ഓർമ്മയുണ്ടോ? 98, 99. കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ആർമിയിൽ? അല്ല, 99, 2000. 99, 2000 അല്ലേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന മുന്നേ തന്നെ ആർമിയിൽ ജോയിൻ ചെയ്യാനുള്ള അവസരം കിട്ടിയതാണോ അത് തേടിപ്പോയതാണോ? അല്ല, ട്രെയിനിൽ വരുമ്പം ആൾക്കാർ പറഞ്ഞു, നമ്മൾ എല്ലാവരും കൂടെയുള്ളവരൊക്കെ കുട്ടികളൊക്കെ ITIയിൽ പഠിക്കുന്നവരൊക്കെ ഇന്ന് പോകുന്നുണ്ട്, റിക്രൂട്ട്മെന്റ് ഉണ്ട് പറഞ്ഞു. അങ്ങനെ ഞാൻ അറിയുന്ന തന്നെ. അങ്ങനെ ഞാൻ അവരുടെ കൂടെ പോയി അങ്ങനെ റണ്ണിങ് ചെയ്തു, പാസ്സായി. അപ്പോൾ എൻ്റെ ഫോട്ടോ വേണം, 4 ഫോട്ടോ എടുത്തിട്ട് മെഡിക്കലിന് വരാൻ പോകും. 4 ഫോട്ടോ SLC ബുക്ക് ITIയിൽ ജമയായിരുന്നു. അത് ഞാൻ അവിടെ പോയി ITIയിൽ പോയി അതെടുത്ത് അപ്പോൾ ഒരു ഫ്രണ്ടിനോട് പൈസയും വാങ്ങിച്ചു. അപ്പോൾ പൈസ ഒന്നും കയ്യിലുണ്ടാവില്ല. അപ്പോൾ പൈസയും വാങ്ങിച്ച അപ്പോൾ ക്ലിക്ക് അടിച്ചാൽ 4 ഫോട്ടോ വരുന്ന ഒരു ഇതുണ്ട് ആ സമയത്ത്. അപ്പോൾ അത് എടുത്തിട്ട് പോയതാ. മെഡിക്കലും ഫിറ്റായി അവിടുന്ന്. പിന്നെ എക്സാമിന് കോഴിക്കോട് കൊണ്ടുവന്നു. സാർ ITIയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണോ ഈ ഇൻഫർമേഷൻ കിട്ടുന്നത് പട്ടാളത്തിൽ ആളെ എടുക്കണമെന്നുള്ളത്? ശരി സാർ. ട്രെയിനിൽ വെച്ചിട്ടാണോ? ട്രെയിനിലാണ്. ITIയിൽ വരുമ്പോൾ കണ്ണൂരേക്ക് ട്രെയിനിൽ വന്ന് ട്രെയിനിൽ തന്നെ തിരിച്ചു പോകുന്നത്. ഡെയിലി അങ്ങനെയാണ്? ഡെയിലി അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ. സീസൺ ടിക്കറ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു എക്സെപ്റ്റേഷനും ഇല്ലാതെയാണോ പട്ടാളത്തിൻ്റെ സെലക്ഷനോട് പോകുന്നത്, അതോ മുൻ ഒരു ധാരണയില്ല? ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പട്ടാളത്തിൽ പോകണം എന്നല്ലേ. പക്ഷേ ഇത് അറിഞ്ഞിട്ടല്ല പോയത്. ഞാൻ അറിയാണ്ട് ട്രെയിനിൽ നിന്ന് അറിയുന്നതാണ്. ട്രെയിനിൽ ആര്? കൂട്ടുകാരുടെ ഫ്രണ്ട്സൊക്കെ എല്ലാവരും അവരൊക്കെ എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് എൻ്റെ കയ്യിൽ ഒരു സാധനവും ഇല്ല. സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലായിരുന്നു? ഒരു സാധനവും ഇല്ലായിരുന്നു. എവിടെ വെച്ചായിരുന്നു സെലക്ഷൻ? കണ്ണൂർ TN ഗ്രൗണ്ടിൽ വെച്ചിട്ട്. ഓപ്പൺ റാലി ആയിരുന്നു? ഓപ്പൺ റാലി. അങ്ങനെ അവിടെ പോയി സെലക്ഷൻ അറ്റൻഡ് ചെയ്തു. ഇതൊന്നും വീട്ടുകാർ അറിയുന്നില്ല? ആരും അറിയില്ല. അറിയില്ല. ഇല്ല. പോയതും സെലക്ഷനായി. മെഡിക്കൽ വരെ കഴിഞ്ഞു. അന്ന് എന്തൊക്കെയാ പരിപാടികൾ കഴിഞ്ഞത്? റണ്ണിങ്ങും മെഡിക്കലും ഇത് രണ്ടും പാസ്സായി. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് എവിടെ നിന്ന് കിട്ടി? സർട്ടിഫിക്കറ്റ് ITIയിൽ ജമയായിരുന്നു. അവിടെ ഡിപ്പോസിറ്റ് ഉണ്ടായിരുന്നു. അവര് കോപ്പി തന്നു? അല്ല, ഒറിജിനലിനെ തന്നു. അവിടെ പോയി എടുത്തിട്ട് വന്നു. അതുമായിട്ട് നേരെ സെലക്ഷൻ പോയി. അങ്ങനെ ഫിസിക്കലും കഴിഞ്ഞു, മെഡിക്കലും കഴിഞ്ഞു. സാർക്ക് ചെറുപ്പം തൊട്ടേ സൈന്യത്തിൽ ചേർന്നുള്ള ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു? വീട്ടുകാരുടെ പ്രഷറൊന്നും ഇല്ലല്ലോ? ഇല്ല, ഒന്നുമില്ല. സ്വന്തം ഇഷ്ടമായിരുന്നു. ആ ക്രൈസ് വരാനുള്ള കാരണം എന്താണ്? അത് പണ്ടേ പട്ടാളക്കാരെ കാണുമ്പോൾ തന്നെ ഒരു ബഹുമാനമായിരുന്നു. ആ ഒരു പട്ടാളത്തിൽ ചേരണം എന്നില്ല, നമ്മളെ രാജ്യത്തിന് വേണ്ടി ജീവിക്കണം എന്നൊരു ആഗ്രഹമായിരുന്നു. മിക്കവാറും എല്ലാ സൈന്യത്തിൽ ചെയ്തവരെയും ഒരു ഹിസ്റ്ററി ചോദിക്കുമ്പോഴേ അവർ പറയാറുള്ളത് അവർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ അതിനോടുള്ള ഭയങ്കര ക്രൈസ് കൊണ്ടാണ് ആർമിയിൽ പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ആരെയും കണ്ട് അല്ലെങ്കിൽ അയൽവക്കത്തോ അല്ലെങ്കിൽ ബന്ധുക്കളിലോ അവരുടെ ഡിസിപ്ലിൻ, അവരുടെ ജീവിതം അതൊക്കെ കണ്ട് മനസ്സിലായിക്കൊണ്ടാണോ അങ്ങനെ ഒരു ക്രൈസ് മനസ്സിൽ വരാൻ കാരണം? അതന്നെയാണ് സാർ. അങ്ങനെയാണ്. കുടുംബത്ത് വേറെ ആരെങ്കിലും സൈന്യത്തിലുണ്ടോ? ആരുമില്ല. ആരുമില്ല. ഇല്ല.
വീട്ടില് അച്ഛൻ, അമ്മ, അച്ഛൻ്റെ അമ്മ, 2 അനിയന്മാര്. അച്ഛൻ എന്തായിരുന്നു ജോലി? അച്ഛൻ മത്സ്യത്തൊഴിലാളിയായിരുന്നു, മീൻ പിടിക്കലായിരുന്നു. മത്സ്യത്തൊഴിലാളിയായിരുന്നു. നമ്മളെ വീട് ഈ രാമന്തലി നേവൽ അക്കാദമി ഒന്നില്ല ഇപ്പൊ ഏഴിമല, അതിന്റെ ഉള്ളിലായിരുന്നു വീട്. ഓക്കെ. അവിടെ നമ്മൾ ഷിഫ്റ്റ് ആയിട്ട് അവിടെ നിന്ന് അന്നേരം ഔട്ടാക്കിയിട്ട് അങ്ങനെയാണ് കൂടി കരുവള്ളൂരേക്ക് പോകുന്നത്. രാമന്തലി ആയിരുന്നു. അന്നത്തെ സാറിന്റെ കുടുംബ പശ്ചാത്തലവും സാമ്പത്തിക ചുറ്റുപാടെല്ലാം എങ്ങനെയായിരുന്നു? കുടുംബത്തിന്റെ വളരെ വളരെ മോശം അവസ്ഥയാണ്. മിക്കവാറും എല്ലാ സൈനികരുടെയും അവരുടെ സ്റ്റാർട്ടിങ് സ്റ്റേജ് അങ്ങനെ തന്നെയാണ്. കുറച്ച് സാമ്പത്തിക സ്ഥിതിയെല്ലാം ഉള്ളവര് മറ്റ് മേഖലകൾ അന്വേഷിച്ച് പോകുന്ന ഒരു കാലമായിരുന്നു. ഇപ്പോഴും അങ്ങനെയൊക്കെ ഉണ്ട്. ഓക്കെ, സൈന്യത്തിൽ ജോയിൻ ചെയ്തു. അന്ന് മെഡിക്കൽ കഴിഞ്ഞു. പിന്നീട് മറ്റുള്ള അതിന് മുന്നേ സാർ ഞാൻ SLC കഴിഞ്ഞ പാട് വാർപ്പിൻ്റെയും തേപ്പിൻ്റെയും പണിക്ക് പോയിട്ടുണ്ടായിരുന്നു. SLC എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ട് ആ സമയത്ത്. ഓ, ഫസ്റ്റ് ക്ലാസ്സോടുകൂടി 10ാം ക്ലാസ് കഴിഞ്ഞ ശേഷം വാർപ്പ് പണിയും തേപ്പിന്റെ പണിയും തേപ്പിന്റെ പണിയും മേസന്റെ പണി. അപ്പൊ ഈ IT യും ഇതെല്ലാം കൂടി എങ്ങനെയാണ്? അത് പിന്നെ അച്ഛനോട് എല്ലാവരും പറഞ്ഞു അവനെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു ഇനി നീ പണിക്ക് പോകണ്ട, IT യിൽ പോകുന്നു. അങ്ങനെ IT യിൽ പോകും. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഈ ജോലിക്ക് പോയത്? വാർപ്പ് പണിയും അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ അവരറിയുമായിരുന്നു. വീട്ടിൽ അത്രയും ബുദ്ധിമുട്ടായിരുന്നു, അതുകൊണ്ട് അത്രയും വീട്ടിൽ കഷ്ടപ്പാടായിരുന്നു. അപ്പൊ അച്ഛൻ ഞാൻ കൂടി ജോലി ചെയ്ത് ആ പൈസ വീട്ടിൽ കൊടുത്തെങ്കിൽ അച്ഛന് കുറെ ആശ്വാസമാകും എന്നുള്ള ഉദ്ദേശം വഴിക്കാണ് പോയത്. പിന്നെ IT യിൽ ആ സമയത്ത് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു? ആ സമയത്തല്ല, അവിടുന്നത് ബന്ധാക്കിയിട്ടാണ് IT യിൽ പോകുന്നത്. ഓ, IT പോക്ക് ബന്ധാക്കിയിട്ടാണ്? പണിക്ക് പോക്ക് ബന്ധാക്കിയിട്ട് IT യിൽ പോയത്. അത് SLC ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നാട്ടിലെല്ലാവരും അച്ഛനോട് പറഞ്ഞു അവനെ പഠിപ്പിക്കുക, ഇപ്പോഴേ പണിക്ക് വിടല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്നെ അച്ഛനും പറഞ്ഞു നീ IT യിൽ പോകും, ഞാൻ നോക്കിക്കോളുന്നു. അങ്ങനെ IT യിൽ പോകുന്നു. ഓ, അപ്പോൾ SSLC കഴിഞ്ഞിട്ട് പിന്നെ മുന്നിലോട്ട് പഠിക്കാൻ ശ്രമിച്ചില്ല, ഈ ജോലിക്കാ പോയത്. പിന്നെ നാട്ടുകാരെല്ലാം അച്ഛനോട് പറഞ്ഞു എന്തായാലും 10ാം ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ്സെല്ലാം ഉള്ളതാണ്, അവനെ തുടർന്ന് പഠിപ്പിക്കണം എന്ന് പറഞ്ഞു അല്ലേ? അങ്ങനെ IT ജോയിൻ ചെയ്തു. IT ജോയിൻ ചെയ്തിട്ട് എത്ര സമയം കഴിയുമ്പോഴാണ് സാർ സെലക്ഷന് പോകുന്നത്? ഒരു 5-8 മാസമായിട്ടുണ്ടാവും. 8 മാസമായിട്ട്. അപ്പോൾ ഫസ്റ്റ് ഇയർ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പോകുന്നത്? അതെ. ഓക്കെ. പിന്നീടുള്ള ടെസ്റ്റുകളെല്ലാം എന്തൊക്കെയായിരുന്നു? മെഡിക്കൽ കഴിഞ്ഞു, പിന്നെ റിട്ടേൺ ടെസ്റ്റ് അത് കോഴിക്കോട് വെച്ചിട്ട്? അത് കോഴിക്കോട് അവിടെ വെസ്റ്റ് ഹില്ലായിരിക്കും. പിന്നെ അതിനുശേഷം റിസൾട്ട് വന്നു? റിസൾട്ട് വന്നു. വീട്ടിലേക്ക് അപ്പോയിൻമെന്റ് ലെറ്റർ വന്നു. ഇത്രാം തീയതി അവിടെ ഹാജരാവാൻ വേണ്ടിയിട്ട് പോയി. വാറണ്ട് കിട്ടി. ഏത് കോറിലോട്ടാണ് സാർ സെലക്ഷൻ ആയത്? ഇൻഫൻട്രി, ആർട്ടിലറി? ഇൻഫൻട്രിയിലോട്ട്. മദ്രാസ് റെജിമെന്റ്. അപ്പൊ നേരെ പോയത് വെല്ലിംഗ്ടൺ ട്രെയിനിങ്ങിനെ പറ്റി പറയൂ സാർ, എന്തൊക്കെയായിരുന്നു ട്രെയിനിങ്ങില്? എനിക്ക് പിന്നെ അത്ര ഞാൻ ഫുൾ ടൈം പണി തെങ്ങിലൊക്കെ കയറുമായിരുന്നു. അതുകൊണ്ട് ഫിസിക്കല് ഭയങ്കരമായിരുന്നു. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ട്രെയിനിങ്ങിൽ വന്നിട്ടില്ല. അതായത് ഇവിടുത്തെ നാടൻ പണികൾക്ക് പോകുന്നതുകൊണ്ട് തെങ്ങിൽ കയറാൻ പറ്റുമായിരുന്നു, തെങ്ങ് കയറുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഫിസിക്കലി നല്ല ഫിറ്റ്നസ് ആയിരുന്നു. അത് കാരണം നമ്മളുടെ ആർമിയിൽ നിന്ന് കിട്ടുന്ന ബേസിക് ട്രെയിനിങ് ഒന്നും അത്ര കൂടുതൽ നമ്മളെ അലട്ടിയിട്ടില്ല. വളരെ ഈസി ആയിട്ട് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അത് ഏത് വർഷമായിരുന്നു? 2001 കംപ്ലീറ്റ് ചെയ്തത്. 2000 ഭർത്തിയായി. 2000 ഇൻറോൾമെന്റ് ആയി. 2001 ട്രെയിനിങ് കഴിഞ്ഞു അല്ലേ? അപ്പോൾ സാർ ട്രെയിനിങ് ഫിനിഷ് ചെയ്തല്ലോ, സത്യപ്രതിജ്ഞയെല്ലാം കഴിഞ്ഞു, അറ്റൻഷൻ പീരീഡ് കഴിഞ്ഞു അല്ലേ? അതിനുശേഷം ഫസ്റ്റ് പോസ്റ്റ് സാറിൻ്റെ എങ്ങോട്ടായിരുന്നു? ഗുജറാത്തിൽ അഹമ്മദാബാദ് അവിടെയായിരുന്നു. അപ്പം നല്ല ലൊക്കേഷനിലേക്കാണ് പോസ്റ്റിംഗ് പോയത്? നല്ല ലൊക്കേഷൻ. ആദ്യം എത്ര വർഷം അവിടെ ഉണ്ടായിരുന്നു? അവിടെ കുറച്ച് സമയം ഉണ്ടായിട്ടുള്ളൂ സാർ. ആ സമയത്താണ് നമ്മളെ പാർലമെന്റില് ഒരു പാർലമെന്റ് അറ്റാക്ക് നടന്ന സമയം. പ്രശ്നം നടന്ന് നമ്മൾ ബോർഡർ ഫുള്ള് സീൽ ചെയ്ത് അവിടെ ഒരു 2-3 മാസം ഉണ്ടായിട്ടുള്ളൂ അഹമ്മദാബാദിൽ. ബാക്കി ഫുള്ള് നമ്മള് രാജസ്ഥാനിലോട്ട് ഷിഫ്റ്റ് ആയി. രാജസ്ഥാനിലോട്ട് വന്നു. ബാഡ്മീർ ബോർഡർ, പാകിസ്ഥാൻ. ആ ബോർഡറിൽ കംപ്ലീറ്റ് ഡിപ്ലോയ്ഡ് ആയി. കാരണം ഈ പാർലമെന്റ് ആക്രമണത്തെ തുടർന്നിട്ട് ആർമിയെ കുറച്ചുകൂടി സ്ട്രോങ് ആക്കിക്കൊണ്ട് ബോർഡർ കംപ്ലീറ്റ് സീൽ ചെയ്യാനുള്ള ഒരു നിർദ്ദേശം കിട്ടിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ നിങ്ങൾ ബോർഡറിൽ ഡിപ്ലോയ്ഡ് ആയി. അവിടെ രാജസ്ഥാനിലായിരുന്നു? രാജസ്ഥാനിൽ ബാഡ്മീറിൽ. ലൊക്കേഷൻ എല്ലാ കമ്പനികളും അവിടെ തന്നെയായിരുന്നു?
ഇല്ല, ഓരോ കമ്പനിയും ഓരോ ലൊക്കേഷനിലായിരുന്നു. കണ്ടിന്യൂ തന്നെ ആയിരുന്നു. ഓർഡർ ഫുൾ സീലിംഗ് 27 മദ്രാസ് ഒരു സൈഡിൽ തന്നെ. 27 മദ്രാസ് ഒറ്റ സൈഡിൽ തന്നെ ഡിപ്ലോയിഡ് ആയിരുന്നു. അവിടെ എത്ര കാലം നിന്നു സാർ? അവിടെ ഒരു വർഷത്തിൽ മേലെ നിന്ന്. ഒരു വർഷം നിന്നു. പിന്നീട് യൂണിറ്റ് അങ്ങോട്ട് പോയി. പിന്നീട് പോകുന്നത് നമ്മളെ ഈ മണിപ്പൂർ ഈ ഓപ്പറേഷന് വേണ്ടിയിട്ട് മണിപ്പൂരിലോട്ടാ പോകുന്നത്. നമ്മൾ മണിപ്പൂരിൽ പോകുമ്പോൾ ആസാമിൽ ഹാൾട്ടായതാ. അത് ഒരു 6 ദിവസം അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ളൂ. 6 ദിവസം ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഞാനുണ്ടായിട്ടില്ല. എനിക്ക് വന്ന് അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഇത് സംഭവിക്കുന്നത് പെട്രോളിങ്ങിൽ. ആസാമിൽ ചെന്ന് ആസാം ലൊക്കേഷൻ എത്തിയിട്ടില്ല. രാത്രി എത്തുന്നത് നിങ്ങൾ രാത്രി കോൺവായിലെ പോയത്? കോൺവായ്. അപ്പോൾ രാത്രി എത്തി നമ്മൾ പെട്രോളിങ്ങിന് ഫസ്റ്റ് പെട്രോളിങ്ങിന് പോയതാ. അപ്പോൾ ഇത് അറ്റാക്ക് ആയത്. ഇതിനിടയിൽ സാറിന് സംഭവിച്ച കാര്യങ്ങളിലോട്ട് കടക്കുന്ന മുന്നേ സാറിനോട് എനിക്കൊരു ചോദ്യമുണ്ട്. സാർക്ക് ചില കാര്യങ്ങൾക്ക് ഓർത്തെടുക്കാൻ വിഷമം ഫീൽ ചെയ്യുന്നുണ്ടോ? മെമ്മറിന്റെ കുറച്ച് പെട്ടെന്ന് മെമ്മറി കിട്ടുന്നില്ല അല്ലേ? അത് ഞാൻ ഇപ്പോൾ സാറുമായിട്ട് സംസാരിക്കുമ്പോൾ എനിക്കത് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാൻ കാരണം. ഒന്നും വിചാരിക്കരുത്. സാറ് ചില കാര്യങ്ങൾക്ക് സാർക്ക് ഗ്രഹിച്ചെടുക്കാൻ വേണ്ടി കുറേ ടൈം എടുക്കുന്നുണ്ട് അല്ലേ? ഓർമ്മയിൽ ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്. ഓക്കെ സാർ, അത് കുഴപ്പമില്ല. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും അത് മനസ്സിലാവും. ഒരു വലിയ ഇൻസിഡൻറ്റ് നേരിട്ട ഒരു ജവാനാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. നമ്മൾ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴേക്കും പെട്ടെന്ന് അദ്ദേഹത്തിന് മറുപടി പറയാൻ കഴിയുന്നില്ല. നമുക്ക് ആ വിഷയത്തിലോട്ട് കടക്കാം. സാർ അങ്ങനെ ആസാമിലെത്തി അല്ലേ? ആസാമിലെത്തി കറക്റ്റ് ലൊക്കേഷനിൽ പോകാനുള്ള സമയം കിട്ടിയിട്ടില്ല. ഇല്ല, കൊക്രജാറിൽ ഹാൾട്ടായി. കൊക്രജാൻ പറഞ്ഞ സ്ഥലത്ത് ഹാൾട്ടായി പോയ അന്ന് അവിടുന്ന് രാത്രി എത്തുന്നു. രാവിലെ പെട്രോളിങ് പോകുന്നത് നമ്മൾ ഒരു ഓഫീസർ 10 പേര് രാവിലെ പെട്രോളിങ്ങിന് വേണ്ടി പോയതായിരുന്നു. പെട്രോളിങ്. അപ്പൊ എത്ര പേര് പോയി? ഏരിയ കുറച്ച് ഡേഞ്ചർ ആയിരുന്നു. അവിടെ ഫുൾ ഫയറിങ്. നമ്മൾ മിലിറ്റൻസിന്റെ പ്രോബ്ലം അല്ലേ അവിടെ ഉണ്ടായിരുന്നത്? മിലിറ്റൻസിന്റെ. അപ്പൊ രാവിലെ പെട്രോളിങ് പോയി. എത്ര മണിക്ക്? 5 മണിക്കോ? 4:30-5 മണിക്ക്. 4:30-5 മണിക്ക് പോയി. എന്നിട്ട് സാർ സംഭവിച്ചത് എത്ര? 10 പേരെ അടങ്ങുന്ന ട്രൂപ്പാണോ പോയത്? 10 പേര് അടങ്ങുന്ന ട്രൂപ്പ്. 10 പേര്, ഒരു ഓഫീസർ, 11 പേര്. ഒരു ഓഫീസർ ഉണ്ടായിരുന്നു. JCOs ഉണ്ടായിരുന്നു. ഒരു JC ഉണ്ടായിരുന്നു. ബാക്കിയെല്ലാം ജവാനായിരുന്നു. 9 ജവാൻസും അല്ലേ? അങ്ങനെയാണ് പോയത്. പോയി എന്താ സംഭവിച്ചത് സാർ പറയൂ. നമ്മൾ പോയി അധിക ദൂരം നടന്നില്ല. കുറച്ച് പോയപ്പോൾ തന്നെ ഫസ്റ്റ് ഗ്രനേഡാ വന്നത്. ഗ്രനേഡ് അവര് അംബൂഷ് ഇരിക്കുകയായിരുന്നോ മിലിറ്റൻസ്? അവര് എങ്ങനെയാന്ന് ഇരിക്കുകയായിരിക്കും ചെയ്തിട്ടുണ്ടാവും. വല്ല ഒളിത്താവളത്തിലാണോ? നമ്മൾ കണ്ടിട്ടില്ല. അപ്പോ ഡേ ലൈറ്റ് വന്നോ അതോ ഡാർക്ക് ആണോ? കുറച്ച് ഡാർക്ക് തന്നെയായിരുന്നു. ഡാർക്കാണ്. ഫുൾ ലൈറ്റ് ബ്രൈറ്റ് ആയിട്ടില്ല. സൺലൈറ്റ് ഒന്നും വന്നിട്ടില്ല. ഇരുട്ടത്താണ്. ലൈറ്റ് കുറച്ച് ഇരുട്ട്. അങ്ങനെ ഗ്രനേഡ് വന്നു. പിന്നെ ഫയറിങ്ങും രണ്ടും കൂടി ഒരുമിച്ച് ചെയ്തോ അവർ അറ്റാക്ക്? ഒരുമിച്ചായിരുന്നു. അതില് സാറിന്റെ കൂടെ ഉള്ളവർക്ക് എന്താ സംഭവിച്ചത്? എൻ്റെ കൂടെ ഉണ്ടായിരുന്ന, എൻ്റെ മുന്നിലുണ്ടായിരുന്ന 2 പേര് സ്പോട്ട് അവിടെ തന്നെ. സാറിന്റെ മുന്നിൽ ഉണ്ടായിരുന്ന 2 പേര് സ്പോട്ടിൽ മരണപ്പെട്ടു. അത് ഫയറിംഗിലാണോ, മിലിറ്റൻസിന്റെ ഫയറിംഗിലാണോ അവർ മരണപ്പെടുന്നത് അതോ ഗ്രനേഡ് ആക്രമണത്തിലാണോ? എങ്ങനെയാണെന്നുള്ളത് അത് അപ്പൊ ഓർക്കാൻ പറ്റുന്നില്ല. മനസ്സിലായില്ല എങ്ങനെയാന്ന്. രണ്ടും ഒന്നിച്ചാ വന്നതെല്ലാം. ഫയറിങ്ങും ഗ്രനേഡും രണ്ടും ഒരുമിച്ചാ വന്നത്. അപ്പൊ അവര് വലിയൊരു ട്രൂപ്പായിരുന്നോ മിലിറ്റൻസിന്റെ? അവിടെ ഒളിത്താവളത്തിൽ ഉണ്ടായിരുന്നു. ഇത്രയും വലിയൊരു അറ്റാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ഭയങ്കര ഫയറിംഗ് ആയിരുന്നു. അപ്പൊ നമ്മുടെ ഈ 10 പേര് പോയതിൽ 2 പേര് മരണപ്പെട്ടു. അപ്പൊ നിങ്ങൾ ഒരു ലൈനായിട്ടാണോ പെട്രോളിൽ പോയിക്കൊണ്ടിരിക്കുന്നത്? മൂന്നാമത്തെ ആളാരായിരുന്നു? മൂന്നാമത്തെ ഞാനായിരുന്നു. സാറായിരുന്നു. സാർക്ക് എന്താ സംഭവിച്ചത്? എനിക്ക് കയ്യിലും ഇവിടെ ബുള്ളറ്റ് പ്രൂഫ് ഇട്ടുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാ. ബുള്ളറ്റ് പ്രൂഫ് ഇട്ടതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. ഇവിടെ ഒക്കെ അടിയുണ്ട്. ഫയറിംഗ് ആണോ? ഫയറിംഗ്. കണ്ണിന് എന്ത് പറ്റി സാർ? കണ്ണിന് ആക്സിഡന്റ് സാർ. ഇപ്പോഴായത് 2 കൊല്ലായി. അതെയോ? എന്നിട്ട് ഈ ഫയറിങ്ങിലും മറ്റേ ഗ്രനേഡിന്റെ സെല്ലിങ്ങിലൂടെയാണ് മൊത്തം മുറിവായിരുന്നു സാർ. ഫുള്ള് ഇത് ഗ്രനേഡിന്റെ ഇതൊക്കെ എവിടെയൊക്കെ ഇതുണ്ടായിരുന്നു ഫുള്ള്. അത് അത് പൊട്ടിക്കഴിയുമ്പോഴേ അത് ഗ്രനേഡ് ആക്ച്വലി ഇങ്ങനെ ഓരോ ലൈൻസ് ഉണ്ട്, കട്ടിങ് ഉണ്ടാവും. ആ കട്ടിങ്ങിന്റെ ഓരോരോ പീസായിട്ടാണ് തെറിക്കുക.
അപ്പോൾ സെയിം ഫയറിങ്ങിന് തുല്യമായിട്ടാണ് അതിൻ്റെ പീസുകളും വരിക. ഇത് അല്ലേ? ഫുൾ ഡാമേജ് ആയിരുന്നു, കാല് കൈയൊക്കെ ഫുള്ള് കംപ്ലീറ്റ് അടിയായിരുന്നു. അന്ന് സാർക്ക് എത്ര വർഷം സർവീസ് ഉണ്ടായിരുന്നു? 3ാമത്തെ വർഷം. 3 വർഷം കംപ്ലീറ്റ് ആയിരുന്നു. 3 വർഷം 3 വർഷം കറക്റ്റ് കംപ്ലീറ്റ് ആയിരുന്നു. വയസ്സ് ആ സമയത്ത് 21 വയസ്സ്. 21 വയസ്സ്. മാരീഡ് അല്ല? 21 വയസ്സ്. മാരീഡ് അല്ല സാർ. മാരീഡ് അല്ല. സാർക്ക് ഇപ്പോഴും ഈ മെമ്മറി പ്രശ്നം നിൽക്കുന്നുണ്ടോ? മെമ്മറി എനിക്ക് എപ്പോഴും ഉണ്ട് സാർ. എപ്പോഴും പ്രശ്നമുണ്ട്. ആരെങ്കിലും ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്താ പറയേണ്ടതെന്നുള്ളത് ആലോചിക്കേണ്ടി വരും. കുറച്ച് സമയം നമ്മൾ ആലോചിച്ച ശേഷം വന്നിട്ട് റിപ്ലൈ തരാൻ പറ്റുന്നുള്ളൂ അല്ലേ? അത് എന്ത് തന്നെ ആയാലും ഉണ്ട്. എപ്പോഴും കുറച്ച് ചിന്തിക്കേണ്ടി വരുന്നുണ്ട്. കുറച്ച് ചിന്തിച്ചാലേ നമുക്ക് മറുപടി കിട്ടുന്നുള്ളൂ. ബാക്ക് കാര്യങ്ങൾ എടുക്കണം. ഇപ്പം ഞാൻ വില്ലേജ് ചോദിക്കുമ്പോൾ എനിക്ക് കുറച്ച് ആലോചിക്കേണ്ടി വരുന്നു. ഏത് വില്ലേജാണെന്നൊക്കെ ചോദിക്കുമ്പോഴല്ലേ? മെമ്മറിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട് സാർ. ഓക്കെ, അവിടെ വെച്ചിട്ട് സാർക്ക് ഇത് സംഭവിച്ചു. സാർക്ക് ഈ സെല്ലിങ് ശരീരം മുഴുവൻ ഏറ്റല്ലോ. അത് വെടിയുണ്ടയാവാം, അല്ലെങ്കിൽ ഗ്രാനൈറ്റിൻ്റെ പീസുകളാവാം. സാർക്ക് ഓർമ്മയുണ്ടോ അതിന് ശേഷം? അതോ അപ്പോൾ അൺകോൺഷ്യസ് ആയോ? അതിന് ശേഷം പെട്ടെന്ന് അൺകോൺഷ്യസ് ആയില്ല. എനിക്ക് കൈയൊക്കെ ഇതൊക്കെ ഇങ്ങനെ ഒടിഞ്ഞു തൂങ്ങിയിട്ടുണ്ടായിരുന്നു. കൈ ഒടിഞ്ഞു തൂങ്ങിയായിരുന്നു. ഇതിലൂടെ കയറി ഇപ്പുറത്ത് രണ്ടെല്ലാം പൊട്ടിച്ച് ഇപ്പുറത്ത് പോയി. ഇവിടെ ഒന്ന് കാണട്ടെ സാർ. ഇതെല്ലാം റൗണ്ട് കയറിയതാണ് അല്ലേ? ഇതില് കയറിയിട്ട് അങ്ങോട്ട് രണ്ടെല്ലാം പൊട്ടിച്ചിട്ട് പോയി. രണ്ടെല്ലാം പൊട്ടിയിട്ട് പോയി. പിന്നെ ഇങ്ങനെ ഓപ്പൺ ആയിരുന്നു. ഇതൊക്കെ തുന്നി ചേർത്തിയാണോ? തുന്നാനും പറ്റിയില്ല. ഇതിന്റെ ഭാരത്തിന്റെ പ്രശ്നം കൊണ്ട് പുണ്ണ് ഉണങ്ങുന്നുണ്ടായിട്ടില്ല. അതിന്റെ എക്സ്പ്ലോസീവിന്റെ അതിന്റെ പോഷൻ കൊണ്ട് ഉണങ്ങുന്നില്ല. ഇതിന്റെ കമ്പി ഉള്ളിലിടാണ്ട് 2 കമ്പി ഇങ്ങനെ ഇത്ര നീളത്തിൽ 2 കമ്പി ഇങ്ങനെ ഇട്ടു. എന്നിട്ട് ഇങ്ങനെ കമ്പി ഇട്ടു. അങ്ങനെ ജോയിന്റ് ചെയ്തിരിക്കാം. മറ്റുള്ളിൽ ഇങ്ങനെ ഉണങ്ങുന്നില്ല. ഇത് ഉണങ്ങാത്തതുകൊണ്ട് ഡോക്ടർക്ക് അത് സെറ്റ് ആവുന്നു ഇല്ല. ഇതിനെ കൊണ്ട് അങ്ങനെ ഇട്ടത് കമ്പി ഇങ്ങനെ ഇത്ര 2 നിളവിലിട്ടിട്ട് ഇങ്ങനെ 2 കമ്പി ഇട്ടു. സാർക്ക് ഈ അപകടം പറ്റിയ ഉടൻ തന്നെ സാറിന്റെ ബോധം പോയോ? ബോധം പോയിട്ടില്ല ആ സമയത്ത്. ആ സമയം ബോധം പോയില്ല? ഇല്ല. പിന്നെ എപ്പോഴാണ് ബോധം നഷ്ടപ്പെടുന്നു? വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. വണ്ടിയിൽ ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ. അതിരിക്കട്ടെ, ഈ സാറിന്റെ കൂടെ ഉണ്ടായിരുന്ന 2 പേര് മരണപ്പെട്ടല്ലോ. സാർ 3ാമത്തെ ആളാണ്. ഒരു ലൈനിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മുന്നിലുള്ള 2 പേരാണ് മരണപ്പെട്ടത്. സാർക്ക് ഈ അപകടം വന്നു. ബാക്കി അതിലുള്ള മറ്റുള്ളവർക്ക് വല്ല പരിക്കുകളുണ്ടോ? 2 പേർക്കുണ്ട്. ഒരാളുടെ കറക്റ്റ് ഒരു കണ്ണ് മാത്രം, റൈറ്റ് ഹാൻഡ് ആണെന്ന് തോന്നുന്നു. ഒരു കണ്ണ് മാത്രം, വേറെ എവിടെ അടിയില്ല അവർക്ക്. ഇത് മാത്രം. മറ്റേക്ക് ഷോൾഡറിൽ ഇവിടെ ഒരു അടി. ഷോൾഡർ. അപ്പോൾ ഈ ടോട്ടൽ 11 പേരിലെ 5 പേർക്ക്, ടോട്ടൽ 11 പേരുടെ ആ ട്രൂപ്പിനകത്ത് മുന്നിലിരുന്ന 2 പേര് മരണപ്പെട്ടല്ലോ. ആ മരണപ്പെട്ടതിൽ വല്ല ഓഫീസറുടെ ജേഴ്സി ഉണ്ടോ? ഇല്ല. 2 ജവാൻസാ പോയത്. ഒരു ഹവിൽദാറുണ്ട്. ഒരു ജവാനും ഒരു നായക്ക്. ബാക്കി 3 ഞാൻ ശിപ്പായി ആയിരുന്നു. നിങ്ങൾ ശിപ്പായി ആയിരുന്നു ആ സമയത്ത്, ജവാനായിരുന്നു. നിങ്ങൾ 3 പേർക്കും പിന്നെ അത് കൂടാതെ വേറെ 2 പേര് കൂടിയിട്ട് വെടി കൊണ്ടിട്ടുണ്ട് അല്ലേ? വേറെ 2 പേർക്ക് കൊണ്ടിട്ടുണ്ട്. അതിനുശേഷം സാറേ അവിടുന്ന് മെസ്സേജ് എല്ലാം കൊടുത്തിട്ടുണ്ടാവുമല്ലോ, വയർലെസ് സെറ്റൊക്കെ ഉണ്ടാവുമല്ലോ ഈ ട്രൂപ്പിനകത്ത്. സെറ്റിന് നമ്മളെ സക്സസും. നമ്മൾ ഇപ്പോൾ എവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ മദ്രാസ് വെച്ചുമ്പോൾ തമിഴിലാണ് സംസാരിക്കുന്നത് നമ്മൾ സെറ്റിൽ. അതെ, ഭാഷ പിടിക്കാൻ പറ്റില്ല. സെക്യൂരിറ്റി, അതൊരു സെക്യൂരിറ്റിക്ക് നല്ലതാണ്. നല്ലൊരു അത് നമ്മുടെ വാർ ഹിസ്റ്ററിയിലൊക്കെ ഉണ്ട്. 71 വാറിലെല്ലാം വന്നിട്ട് നമ്മുടെ ഫ്രീക്വൻസി അവർ കണ്ടുപിടിക്കുന്ന കാരണം റേഡിയോ സെറ്റ് വഴി തമിഴ് ലാംഗ്വേജിലൂടെയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ പൂർവികര് നമ്മൾ യൂണിറ്റിൽ ചെന്ന സമയത്ത് അതിൻ്റെ അന്ന് 10-20 വർഷമൊക്കെ സർവീസുള്ള 71 വാറിലൊക്കെ അറ്റൻഡ് ചെയ്തവർ അന്നത്തെ അനുഭവങ്ങൾ പറയാറുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഈ തമിഴ് ഭാഷ കൊണ്ട് യുദ്ധം ജയിച്ചവരുണ്ട്. എൻ്റെ മദർ യൂണിറ്റ് 37 കൂർഗ് മീഡിയം റെജിമെൻറ്റ്, അതും SIC യൂണിറ്റ് ആയിരുന്നു. അവരെല്ലാം ആ കഥകൾ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ സെറ്റിലൂടെ മെസ്സേജ് കൊടുത്തു അല്ലേ? മെസ്സേജ് കൊടുത്തു. എന്നിട്ട് നമ്മുടെ തന്നെ വണ്ടി വന്നു. നിങ്ങളുടെ യൂണിറ്റിന്റെ വണ്ടി ലൊക്കേഷൻ അധികം പോയിട്ടില്ലായിരുന്നു. ഒരുപാട് ദൂരം നടന്നിട്ടില്ലായിരുന്നു, കുറച്ചേ പോയിട്ടുണ്ടായിട്ടു. അപ്പോൾ നമ്മുടെ വണ്ടി തന്നെ വന്ന് നമ്മുടെ അതിൽ
നമ്മളെ ടെൻറ്റും ഇതൊക്കെ കെട്ടിയിട്ട് അങ്ങനെ കടത്തിയിട്ടാണ് പോയത്. ഓ, ആ വണ്ടി ഇതിനെ കൊണ്ടുപോയി. വണ്ടിയിൽ അടുത്തുള്ള നേരെ മിലിറ്ററി ഹോസ്പിറ്റലിൽ പോയോ അതോ ഫസ്റ്റ് എയ്ഡ് തരാൻ വേണ്ടിയിട്ട് വേറെ വല്ലതും കൊണ്ടുപോയോ? നമ്മുടെ അവിടെ നിന്ന് തന്നെ ഫസ്റ്റ് എയ്ഡ് തന്നു. അവിടെ യൂണിറ്റിന്റെ MA റൂമിൽ നിന്ന് തന്നെ MA റൂമിൽ നിന്ന് ഫസ്റ്റ് എയ്ഡ് തന്നു. ഫസ്റ്റ് എയ്ഡ് തന്നു. അതിനുശേഷം നേരെ അങ്ങോട്ട് കൊണ്ടുപോയി.